മലപ്പുറം ചെറുകര അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ റെയിൽവേ ഗേറ്റ് ഏപ്രിൽ 6 രാവിലെ 8 മുതൽ 7 വൈകുന്നേരം 6 വരെ അടച്ചിടും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് നേരത്തെ അറിയിക്കുകയാണ്. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ പുളിങ്കാവ്, ചിരട്ടാമല, പരിയാപുരം, അങ്ങാടിപ്പുറം വഴിയോ പുലാമന്തോൾ, ഓണപ്പുഴ, അങ്ങാടിപ്പുറം വഴിയോ തിരിഞ്ഞു പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മലപ്പുറത്തെ സ്ഥലപ്പേരുകളെല്ലാം നല്ല രസമുള്ളതാണ്. ഇനി കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന വേനൽക്കാല ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് 4 മാനാഞ്ചിറ സ്ക്വയറിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA നിർവഹിക്കും. 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ക്യാമ്പ് മെയ് 23 അവസാനിക്കും. കണ്ണൂർ തളിപ്പറമ്പ് ബ്ലോക്കിൽ പൊക്കുണ്ട് മുതൽ ചുഴലി വരെയുള്ള ഭാഗത്തെ ഗതാഗതം ഇന്നു മുതൽ 10 ദിവസത്തേക്ക് പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇതും അവിടെയുള്ളവർ ശ്രദ്ധിക്കുക. ഇനി കോട്ടയം ജില്ലയിലേക്ക് വന്നാൽ കോട്ടയം പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് മെയ് 4 മുതൽ 7 വരെ പള്ളിയുടെ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കാര്യത്തിലും ശ്രദ്ധിക്കണം. കോട്ടയം ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സമ്മർ കോച്ചിങ് ക്യാമ്പിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. 10 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാം. കോട്ടയം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഏപ്രിൽ 7 പരിശീലനം ആരംഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. തലസ്ഥാന ജില്ലയിലേക്ക് തിരുവനന്തപുരത്തേക്ക് വന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് രാവിലെ 8 മുതൽ 4 രാവിലെ 8 വരെ കുടിവെള്ള വിതരണം ഉണ്ടായിരിക്കുന്നതല്ല എന്നറിയിച്ചിട്ടുണ്ട്. ഈ കുടിവെള്ളം വേണ്ട ആളുകൾ മുൻകരുതലൊക്കെ സ്വീകരിക്കണം എന്നാണ് വാട്ടർ അതോറിറ്റി ഇക്കാര്യത്തിൽ അറിയിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്, അറിയിപ്പാണ് ഈ അവസാനം നമ്മൾ പറഞ്ഞത്.